അപ്പന്റെ മോളാണെന്ന് തെളിയിച്ച് കാണിച്ചു കൊടുത്തത്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു. തുടക്കം മൂവി നല്ലൊരു കിടിലം പടം, നല്ല എൻഗേജിങ് ആണ് ഫിലിം. അതുപോലെ എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് വിസ്മയുടെ പെർഫോമൻസ്. മോഹൻലാലിന്റെ മോള് വരുമ്പോൾ എങ്ങനെയാണ് അതിന്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, അല്ലെങ്കിൽ പുള്ളിക്കാരി ബെറ്റർ ആക്കുമോ എന്നുള്ള ഒരു ക്യൂരിയസ് ഉണ്ടായിരുന്നു. അടിച്ചു തൂക്കിയെന്ന് തന്നെ പറയാം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല വിസ്മയ മോഹൻലാൽ ഇത്രത്തോളം ബെറ്റർ ആയിട്ട് ഫൈറ്റ് ചെയ്യുമെന്ന്. അതായിരുന്നു ഏറ്റവും വലിയൊരു എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഇന്റർവ്യൂവിൽ വന്നിരുന്നപ്പോൾ ഭയങ്കര നെർവസ് ആയിട്ടൊക്കെയാണ് ബിഹേവ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു, ഇതേപോലെ തന്നെ ആയിരിക്കും സിനിമയ്ക്കകത്ത് പുള്ളിക്കാരി ആക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്ത് ആയിരുന്നു വിസ്മയുടെ ഒരു പെർഫോമൻസ്. ക്ലൈമാക്സിൽ അതൊരു 1.5 സീൻ തന്നെയായിരുന്നു. അത് എടുത്തു പറയേണ്ട സീൻ തന്നെയാണ്. ക്ലൈമാക്സ് ഇന്റർവെലിന് തൊട്ട് മുന്നുള്ള ആ ഒരു സീനും പുള്ളിക്കാർ നല്ല ലെവൽ രീതിയിൽ അത് സ്കോർ ചെയ്തിട്ടുണ്ട്. അതുപോലെ എടുത്ത് പറയുന്നത് വില്ലൻ കഥാപാത്രം ചെയ്ത പയ്യന്, അവന് നൈസായിട്ട് തന്നെയാണ് പടത്തിനകത്ത് ആക്ട് ചെയ്തിരിക്കുന്നത്. അവന് കുറെ ഫ്രെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്, നൈസായിട്ടാണ് അവൻ നല്ല രീതിയിൽ തന്നെയാണ് വില്ലൻ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അവന്റെ പെർഫോമൻസ് കിടിലം തന്നെയാണ്. പടത്തിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ നമ്മൾ കണ്ടുമടുത്ത സ്റ്റോറി കാര്യങ്ങളാണ്. ഫിലിം നല്ല എൻഗേജിങ് ഉണ്ട്, നമുക്ക് ഒരു തരത്തിൽ ബോർ അടിക്കില്ല. ഫസ്റ്റ് ഹാഫ് തൊട്ട് നല്ല രീതിയിൽ നമ്മൾ അതിനെ സിനിമ കൊണ്ടും. അതുപോലെ എടുത്ത് പറയേണ്ടത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ജാക്സ് ബിനോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയാണ്. അതുപോലെ എടുത്ത് പറയുന്നത് ലാലേന്റെ ആ ഒരു ഗസ്റ്റ് റോളും അതും വളരെ നൈസ് ആയിരുന്നു. പുള്ളിക്കാരൻ വന്ന് പുള്ളിക്കാരന്റെ രീതിയിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ട് പോയി. ഓൾമോസ്റ്റ് സിനിമയുടെ കുറച്ച് ചിന്താഗതിയൊക്കെ മാറി. ആദ്യം നമ്മളൊരു ഹീറോയാണ് എപ്പോഴും മാസ് ലെവലൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾക്ക് അങ്ങനത്തെ ഒരു സ്റ്റാർഡം ഇപ്പൊ അങ്ങനെയുള്ള കുറെ സ്ത്രീ കഥാപാത്രങ്ങളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ പടം അതിന് ഏറ്റവും ഉദാഹരണമാണ്. അതുപോലെ തന്നെയാണ് സ്ത്രീകൾക്കും ഇങ്ങനത്തെ റോളുകൾ പറ്റും എന്ന് കാണിക്കുന്ന സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കും മാസ് ലെവലൊക്കെ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് കാണിച്ചു കൊടുക്കുന്ന കുറെ സിനിമകൾ ഇപ്പൊ വരുന്നുണ്ട്. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. അപ്പൊ എല്ലാവരും സിനിമ പോയി കാണാൻ നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്.